ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും എറണാകുളം ജീവിതത്തേക്ക് കടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കണം, നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ ഓണം ആഘോഷിച്ച കാര്യം ഒരു ഓർമ്മ കാണിച്ചില്ല. നമുക്ക് ഓർമ്മ നിൽക്കുന്നവരെയുള്ള ആഘോഷങ്ങളൊക്കെ മതി. നമുക്ക് ഓർമ്മത്തിൻ്റെ നല്ല നല്ല ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയിട്ട്, ആ ഓർമ്മകൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ആഘോഷിക്കണം. അല്ലാണ്ട് ആഘോഷിച്ച് കഴിഞ്ഞാൽ എന്താ നടന്നത് ഏതാണെന്നൊന്നും നമുക്കൊരു പിടുത്തം കാണില്ല. സോ എല്ലാവരും നല്ലവരായിട്ടിരിക്കുക. നമ്മൾ രാവിലെ അമ്പലത്തിലേക്ക് പോകണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ല, നമ്മൾക്ക് നല്ല നല്ല മെമ്മറീസിന് വേണ്ടിയിട്ട് നമ്മൾ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ. സോ ഇതിപ്പോൾ ഞാൻ എന്താ പറയുക, എന്തെങ്കിലും കേട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുകയാണ്. സോ ഫസ്റ്റ് നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു പരിപാടി, കിടിലം പരിപാടി എറണാകുളത്തുണ്ട്. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബർത്ത്ഡേ പരിപാടി ഉണ്ട്, അത് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാം. നമ്മുടെ ശ്രുതിമോഹൻ്റെ കൊച്ചിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. സോ അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ട് പോയി തല കാണിച്ചിട്ട് പിന്നെ അണ്ണാ അത് മതി പിണങ്ങാനായിട്ട്. പിണങ്ങല്ല, അവിടെ പോകണം. പക്ഷേ അണ്ണയൊക്കെ എന്ത് കാര്യത്തിലുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ എല്ലാ കാര്യത്തിലേക്ക് വന്നത്. സോ അങ്ങോട്ട് ആദ്യം പോയി അവിടെ നിന്ന് കുറച്ച് നേരം അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് നേരെ എറണാകുളത്തേക്ക് വെച്ച് പിടിക്കാം. എറണാകുളത്ത് ഒരു ഉച്ചയ്ക്കാണ് പരിപാടി വരുന്നത്. സോ ലെറ്റ്സ് ഗോ. ഗൈസ്, ബർത്ത്ഡേ പരിപാടിക്ക് പോയപ്പോഴത്തേക്കും ബർത്ത്ഡേ പരിപാടി അവിടെ ഒന്നും സ്റ്റാർട്ടായിട്ടില്ല. ഞാൻ ചിലപ്പോൾ ഒരു 10:30-10:45 ഞങ്ങൾ അവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ആദ്യം പരിപാടിയൊന്നും സ്റ്റാർട്ടായില്ല. സോ അവിടെ ചെന്നണ്ട ഇന്ന പോലെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മൾ പറയാണ്ട് പോകണം ശരിയല്ലല്ലോ. സോ ഞാൻ ചെന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു. ഞാനിപ്പോൾ പകുതി എത്തി. എരമന്തിരത്ത് എത്തിയെന്ന് തോന്നുന്നു. എരമന്തിരത്ത് എത്തി വണ്ടി ഓടിച്ച്. അപ്പോൾ നല്ല ക്ഷീണം. ഇപ്പം ഞാനെന്ത് ചെയ്യും, ഞാൻ സ്ഥിരം ഇതേമാതിരി പോകാൻ നേരത്ത് ഈ സ്ഥലം എവിടെ ഏട്ടാ ഏരിയ? ഈ സ്ഥലം എരമല്ലൂരല്ലേ? ഞാൻ അപ്പോൾ എരമല്ലൂർ എത്തി. ഞാൻ സ്ഥിരം പണ്ടൊരിക്കൽ ഞാൻ ഒരു സോഡാമൂര് കുടിച്ചിട്ടുണ്ടായിരുന്നു സ്ഥലത്തിന്. എരമല്ലൂർ പാർട്ടി കാണുന്നതൊക്കെ അറിയാൻ പറ്റും. അവിടെ അവിടെ മുസ്ലിം പോയിട്ടുണ്ട്. അതിനൊക്കെ അടുത്ത് റിപ്രസെൻ്റായിട്ട് ഈ അപ്പത്തിൽ നിന്ന് ഒരു സോഡാമൂര് കുടിക്കാൻ വേണ്ടി കിട്ടിയ സോഡാമൂരാണ്. നല്ല ആശ്വാസമുണ്ട്. ഞാൻ കുടിച്ചിട്ട് ബാക്കി ട്രാവൽ ചെയ്യട്ടെ. കിട്ടിയ സാധനം അവിടുന്ന് ആ സോഡാമോരും കുടിച്ചിട്ടൊരു ഒറ്റ വിടലായിരുന്നു. ആ ഫുൾ എനർജിയിൽ നമ്മൾ നേരെ നമ്മുടെ റൂമിൽ വന്ന് ഗെറ്റ് റെഡിയായി സെറ്റായി. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. സെറ്റല്ലേ? സെറ്റല്ല. ഞാൻ എൻ്റെ ക്യാമറ തിരിച്ചെന്തിനൊക്കെ സെറ്റല്ലേ? സെറ്റായിട്ടുണ്ട്. അപ്പം സന്തോഷമായിട്ട് റെഡിയാവുന്നു. ബാക്കിയുടെ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബാക്കി ആൾക്കാരെല്ലാം വഴി വഴിയാക്കി ജോയിൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പറയാം. നമ്മളൊരു ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്യണം. ആ ഗിഫ്റ്റ് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം ആർക്കായി എന്തിനാണ് പരിപാടിക്ക് പോകണം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇറങ്ങാൻ നിന്നിട്ട് നടക്കുന്നില്ല. ഓരോരുത്തർ വരാൻ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കാരണം അവസാനം നമ്മൾ കൊണ്ടുപോകാനുള്ള സാധനം എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫോട്ടോ ഫ്രെയിം എത്തിയിട്ടുണ്ട്. ആടാ സെറ്റ് പൊളിച്ച് ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് ഇത്ര വിചാരിച്ചില്ല. സന്തോ അങ്ങനെ ഫ്രെയിം സെറ്റായിട്ടുണ്ട്. നിങ്ങളത് കൊണ്ടുവരില്ല? പുതിയ ഗ്ലാസ് ഒക്കെ ഞങ്ങൾ പട്ടിഷോറൊക്കെയാണ്. മാധവൻ കട്ടൊന്ന് ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല. മാധവൻ ചേക്കുന്ന ആർക്കും കൊണ്ടുപോയിട്ടുമില്ല. നിങ്ങളെ അവിടെ മറ്റേ മണിയറ അടച്ചു പൂട്ടിട്ടില്ലെങ്കിൽ പോകത്തുള്ളൂ. കള്ളത്താക്കോൽ ഉണ്ടാക്കും. ഇങ്ങനെ റൂമിൽ പൂട്ടി താക്കോൽ എവിടെയെങ്കിലും വെച്ചിട്ടു. അങ്ങനെ പറയില്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ ബാഗ് വിട്ടിട്ട് എവിടെയും അങ്ങനെ പറയില്ലേ? അങ്ങനെ പറയില്ലേ? സന്തോഷത്തെ വായിക്കുന്നത് നമുക്കൂടിയുള്ള സാധനങ്ങളല്ലേ. അങ്ങനെ ഇന്നാളൊന്നും നീ അങ്ങോട്ട് നോക്കടാ. ഇന്നാളൊന്നും ഇല്ലല്ലോ. നമ്മൾ സന്തോഷത്തെ വായിക്കുന്നത് നമുക്ക് കൂടി ഉള്ളതാണ്. അപ്പൊ നിങ്ങൾ ഈ സാധനമായിട്ട് അപ്സരയ്ക്കും ഗോകുലിനെയും കൂട്ടത്തി കാറിൽ വന്നേക്കാം. ഞങ്ങൾ നേരെ ബൈക്കിന് പോവാം. നല്ല ബ്ലോക്ക് ഉണ്ട്. എപ്പോ എത്തുന്നറിയാം നമ്മൾ. പക്ഷെ എവിടെയാണ് പോകാൻ പോകുന്നത്? നമ്മൾ നമ്മുടെ ചങ്ക് ബ്രോ വിപിൻ ചേട്ടന്റെ വീട്ടിലോട്ട്. പുതിയ വിപിൻ ബ്രോയുടെ പുതിയ ഹൗസ് വാങ്ങിയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഏതാ ഫോട്ടോ ഫ്രെയിം എന്നുള്ളത് നമുക്ക് അവിടെ ചെന്ന് കാണിച്ചിടാം. ഇപ്പം എന്തായാലും ഞങ്ങൾ ഒരു സെക്ഷൻ ഇറങ്ങട്ടെ. ബാക്കി ഇവർ ഗോകുല്, അഫ്സലിക്ക, ആത്മൻ, സന്തോഷേട്ടൻ്റെ ഫ്രണ്ട് ഇവരെല്ലാം കൂടെ കാറിൽ അങ്ങോട്ട് വന്നേക്കും. ഞാനും അർജുനും കൂടെ അങ്ങോട്ട് ബൈക്കിൽ പോവും. വിഷ്ണു, ശ്യാമും കൂടെ വൈറ്റിൽ എടപ്പള്ളി നിൽപ്പുണ്ട്, ട്രാഫിക്കിൽ നിൽപ്പുണ്ട്. ഡിസംബറിലെ കോട്ട അതന്നെ. ഓക്കെ, അവരെ നിൽപ്പുണ്ട് കോട്ടയിൽ നിന്ന്. അപ്പം അവരെയും പിക്ക് കൊണ്ട് നമ്മൾ നേരെ വിടട്ടെ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ കാണിക്കുന്നുണ്ട്. അരമണിക്കൂർ 3/4 മണിക്കൂർ ആവുമെന്ന് അറിയത്തില്ല. സോ നമുക്ക് പോവാം. ഇറങ്ങടാ, പോവാം. അങ്ങനെ പോട്ടെ. കൊണ്ടുവന്നിട്ട് കൃത്യമായിട്ട് ഉടയാതെ ഉരിയാടാതെ അങ്ങനെ എത്തിച്ചേക്കണം സേഫായിട്ട്. ഓക്കെ, സ്ഥലത്ത് ഇനി ഒരു 800 മീറ്റർ കൂടെ ഉള്ളു. അപ്പോഴത്തേക്ക് ഒരു സോഡ ഇറങ്ങി കുടിച്ചിട്ട് പോകാൻ വരും. ഞാൻ ഒറിജിനും കൂടി ഒരു സോഡ ഇറങ്ങി കുടിച്ചിട്ട് പോകാം. ആ ക്ഷീണം അങ്ങ് തീർത്തിട്ട് പോവാം. തീർത്തിട്ട് പോവാം.
പക്ഷെ നമ്മൾ രണ്ടുപേരും എടപ്പള്ളി കാണുന്ന പറഞ്ഞ ടീം ഇപ്പൊ എവിടെയുണ്ട? അവരിപ്പോ അവിടെ എത്തിയില്ല, അവിടെ എത്തിയുള്ളൂ. അവിടെ എത്തിയതല്ലേ? അവന്മാർ അവിടെ അല്ല, നമ്മുടെ പുറകെയല്ല, നമ്മയൊക്കെ മുമ്പേ പോയവന്മാര്, നമ്മുടെ ഒപ്പം വരാന്ന് പറഞ്ഞ് മുമ്പേ പോയവന്മാര് ഓൾറെഡി അവിടെ എത്തി. ബാക്കി ടീം എവിടെ എത്തിയാ? അവര് ട്രാഫിക്കിലാണ്. നമ്മൾ ഇറങ്ങുമ്പോ അവരെത്തുന്നല്ലേ? പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോൾ അവരെത്തിരിക്കല്ല, നമ്മൾക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് അവരുടെ വണ്ടിക്കകത്താണ്. അതാണ് മറ്റൊരു സീൻ. സോ നമ്മൾ ഷോടങ്ങ കുടിച്ചിട്ട് വീണ്ടും യാത്ര തുടരട്ടെ. നമ്മൾ സർവത്ത് കുടിച്ച് കഴിഞ്ഞപ്പോൾ സന്തോഷം വിളിച്ചിരിക്കും. നിങ്ങൾ ഞങ്ങൾ എവിടെയെന്ന് ചോദിച്ചോണ്ട് അവരെയൊക്കെ മുമ്പ് നമ്മളെയൊക്കെ മുമ്പ് അവരെങ്ങനെ എത്തിയോ? സർവത്ത് കുടിച്ചിട്ടേ ഉള്ളൂ. എങ്ങനെ എത്തിയോ? ജെറ്റ് എയർവേസിലാണ് ഫ്ലൈറ്റ് വരെ പിടിച്ചത്. കാറല്ലേ, ആൾട്ടോറല്ലേ വന്നത്? എന്തായാലും ചെന്ന് നോക്കട്ടെ. ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്താന്നുള്ളത്. അവർ ജെറ്റ് എയർവേസ് എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും. എടേ സന്തോഷേട്ടാ, നിങ്ങളിത് എങ്ങനെ വന്നത്? ഞങ്ങള് മോനെ നേരെ വഴി. ജെറ്റ് എയർവേസ് അല്ലോ ആണ് ഇത്. ഇതെങ്ങനെയാ വന്നത്? എങ്ങനെ വന്ന്? ഞങ്ങൾ കൃത്യസമയത്ത് എത്തും. ഞങ്ങൾക്ക് അങ്ങനെയാണ്. നീയാണ് പോസ്റ്റ്. എന്തൊരു ടൈം എടുത്തടാ. ഇതെങ്ങനെ വന്ന്? എനിക്കൊരു പിടുത്തം കൊണ്ട് ഇവരെങ്ങനെ? ഞാൻ 1 മണി തൊട്ട് ഇവിടെ വന്നിരിക്കുക, കായലിന്റെ ചോട്ടി. തെറി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരുന്നില്ല, നാളെ വന്നേന്. നിങ്ങളൊക്കെ മുമ്പ് ഇറങ്ങിയാണ് ഞാൻ. രണ്ടൊരു ടീംസ് ആയിട്ട് വന്നേക്കും. അതങ്ങനെയാണല്ലോ, വെയിറ്റ് ഫോർ ഈച്ച് അതർ. അല്ല നിങ്ങളുടെ മുമ്പ് ഞങ്ങൾ ഇറങ്ങിയാണ്. എങ്ങനെയൊക്കെയാണ് ഇത്? ഇവര് എങ്ങനെ ഓൾട്ടേജ് വരുവാണെന്ന്? ജെറ്റ് എങ്ങനെ വന്നത്? നിങ്ങൾ ജെറ്റാ? ഞങ്ങൾ 2 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി. നിങ്ങൾ ഇറങ്ങുന്ന മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അതാ ചോദിച്ചു നിങ്ങൾ എങ്ങനെ? ഞാൻ 1 മണി തൊട്ട് അവിടെ വെയിറ്റ് ചെയ്ത്. അതല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? അതാണ് എനിക്ക് അറിയേണ്ട ചോദ്യം. ഞങ്ങൾ കാറിറങ്ങി പോന്നു, പറഞ്ഞിങ്ങി പോന്നു. എന്റെ പൊന്ന്, ഒരു 1.5 വരവായി പോയി. നീ എനിക്ക് ഒന്ന് ചുറ്റി ചെയ്യണ്ട വന്നേ. നമ്മളാ റെയിൽവേ ക്രോസിന് അടിക്കൂടെ വഴി കയറി വന്ന് മറ്റേ എടപ്പള്ളി വഴിയല്ലേ വന്നേ? എന്തായാലും ഇനി അതിനകത്തൊരു ചുരുളറിയാത്ത രഹസ്യമായിട്ട് കിടക്കട്ടെ. നമുക്ക് എന്തായാലും പോയി ഗിഫ്റ്റ് കൊടുത്തിട്ട് വരാം. ഗിഫ്റ്റ് അപ്പൊ തന്നെ കീറിക്കാട്ടോ, അൺബോക്സ് ചെയ്യാം. കാരണം നീയാണ് ഉണ്ടാക്കിയേക്കണേ. ഞങ്ങൾക്ക് സംശയമുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ അപ്സരക്ക് ഞാൻ അറിഞ്ഞു വെച്ചിട്ട് മൊത്തം ഫോട്ടോയുടെ വേളാന്ന് അറിഞ്ഞത്. ശൂരണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. കൊടുക്കാൻ പോകുന്നത് കാർത്തിനെ വിളിച്ചു. നിങ്ങൾ വിളിച്ചു ഓണത്തിനാ കാലിലല്ലി ഓടിച്ചു. ആണ് കാലിലല്ലി. എനിക്കൊന്ന് കാക്കകളെ കാലിലല്ലി അടിച്ചു. ആണോ? അൺബോക്സ് ചെയ്യണോ? അൺബോക്സ് ചെയ്തോ? അവനെവിടെ? വിശക്കണം പറഞ്ഞു ഓടിപ്പോയി. വിശക്കുന്നത് ബിരിയാണിയുടെ സ്മെല്ലടിച്ചു. നേരത്തെ പറഞ്ഞു ആ പൈസ ഇടിലല്ലേ? ഇടില ഇത് വെക്കാം. നമ്മളിവിടെ നിന്ന് വേറെ ഫോട്ടോ ഇവിടെ ഉണ്ട്. പക്ഷെ അത് ചെറുത്, നമ്മളവിടുത്തെ വലുത്. രവി എല്ലാവർക്കും ഈ ഫോട്ടോ എടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട്. ഇത് കൊള്ളല്ലോ, നല്ല ഫ്രെയിം. നല്ല ഫ്രെയിം. രവിയുടെ അവാർഡ് ഫുള്ളും ഇവിടെ തെറ്റി വെച്ചിട്ടുണ്ട്. അപ്സലിക്ക ഇതെന്തിനാ വീഴുമ്പോൾ ആരാധകർ വരുമ്പോഴത്തേക്കും ഹായ് കൈ കാണിക്കാണോ? ഹായ് ആരാധകരെ കാണാൻ വേണ്ടിയിട്ട് കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് കടന്നിക്കകത്ത് കൈ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബാൽക്കണി. നീയല്ല, നിന്നാരും കൈ കാണിക്കൂല. നീ ആര്? ആത്മാ നീ എന്തെടുക്കണ? എസ്തെറ്റിക് വീഡിയോ എടുക്കണ? ശ്യാമേ നിനക്ക് നീന്ത മുഖമൊക്കെ ചോന്നിരിക്കുന്ന നാണ്. ഒരു നടനാണ്, നിനക്ക് നാണമെന്ന്. ഭാവിയിൽ ശ്യാമക്ക് ഇതുപോലെ പടത്തിലൊക്കെ അഭിനയിച്ചിട്ട് വീഡിയോ ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കണ്ടേ? അതെന്താണ് അങ്ങനെ ഒരു തരം? ഈ ശ്യാമ അങ്ങനെ ബിഗ് ബോസിൽ എങ്ങനെ പോകുന്നുണ്ടോ? ശ്യാമ നീ ബിഗ് ബോസിൽ പോകുന്നുണ്ടോ? പക്ഷെ രവി എനിക്കൊന്ന് എല്ലാവർക്കും ആ ഫോട്ടോ അയച്ചെടുത്തിരിക്കുന്നു അവിടെ മൊത്തത്തിൽ ആ ഫോട്ടോ, ആ ഗ്രൂപ്പ് ഫോട്ടോ. അതെ, നമ്മൾ കൊടുത്ത പക്ഷെ വെച്ചിട്ട് വലിയ സൈസാണ്, പക്ഷെ മറ്റേ ചെറിയ സൈസ് ഇരിക്കുന്നത്. നിന്നെ കാണിച്ചിട്ട് ഓക്കെ. നമ്മളപ്പോൾ
ഫോട്ടോ കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ വന്ന് കഴിഞ്ഞാൽ മൊത്തത്തിൽ തിരക്കായി പോകും. അതുകൊണ്ട് നമ്മൾ ആദ്യം പോയി അന്നമാണ് ഉന്നം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ബിരിയാണി, അതെ ബിരിയാണിയാണ്, നല്ല സ്മെല്ലടിച്ചിട്ടുണ്ട് ബിരിയാണിയുടെ, പോയി ബിരിയാണി തട്ടിയിട്ട് വരും. പക്ഷേ ഇതിനൊക്കെ നടന്ന വേറൊരു സംഭവമാണ്. പക്ഷെ നമ്മൾ വിട്ടുപോയി. അർജുനെ നിന്റെ ചാർജർ എന്താ വീട്ടിലാ? ഇവന്റെ ഗോകുലൻ അല്ലല്ല ഗോകുലൻ അതെന്താ സംഭവം? അല്ലല്ല അതെന്താ ഇവന്റെ ചാർജർ പോയ സംഭവം എന്റെ കഥ എന്ന് പറഞ്ഞത്? അളിയൻ ട്രെയിനില് ചാർജർ വെച്ച് മറന്നു. പക്ഷേ ആ ചാർജർ ഓർമ്മിച്ചത് മറ്റൊരു കുട്ടിയുടെ ഫോൺ നമ്പർ എല്ലാം പോയി. ഇത് സംഭവം ആ കൊച്ചിന്റെ നമ്പർ മേടിച്ചവൻ. അപ്പൊ ആ നമ്പർ കൺഫേം അറിയണമെങ്കിൽ ഒരു 500 രൂപ 1000 രൂപയ്ക്ക് ഒരു ചാർജർ പോയ 2500 നമ്പർ കിട്ടാൻ കുറച്ച് പാടല്ലേ? അത് കൺഫേം ആക്കാൻ വേണ്ടി അല്ല ട്രെയിനിൽ നിന്ന് 2500 ചാർജർ എടുക്കാൻ മറന്നു. പക്ഷേ ആ ട്രെയിനകത്തുള്ള പെൺകുട്ടിയുടെ ഫോൺ നമ്പർ മേടിക്കാൻ മറന്നില്ല, കൃത്യമായിട്ട് വാങ്ങിച്ച്. എന്നിട്ട് ആ പെൺകുട്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അത് കൃത്യമായിട്ട് വിളിച്ച് അവൾക്ക് തിരക്കും. എന്റെ ചാർജർ ഇവിടെ ഉണ്ടോ, കമ്പാർട്ട്മെന്റ് നോക്കൂ. ടോപ്പ് കോമഡി വേറെയാ. പുള്ളിക്കാരുടെ ലോക്കൽ ചാർജർ ആയിരുന്നു. എന്നിട്ട് ഇവന്റെ ചാർജർ എടുത്തിട്ട് പറയില്ലേ അത് വേറെ ആരും എടുത്തോണ്ട് പോയത്. ഇനി സംസാരിക്കാൻ മതിയായില്ലേ? അത് എന്നിട്ട് ഇവൻ ഇറങ്ങുമ്പോഴാണ് ആ കൊച്ചിന്റെ നമ്പർ മേടിച്ചത്. അത് മറന്നു. ചാർജർ കാണാനില്ല എന്ന് പറഞ്ഞത് മാത്രം. ഓക്കെ കഴിച്ചിട്ട് ദാഹം തീർക്കാൻ വേണ്ടി കുറച്ച് ദിവസമായി വെള്ളങ്ങൾ കുറച്ച് ചെന്നിട്ട് കുറച്ചെടുത്ത് വെള്ളം കുടിപ്പിച്ച കുറച്ച് ചിക്കൻ ഫ്രൈ, കുറച്ച് സലാഡ്, പിന്നെ എന്തോ ഒരു ബിരിയാണി പറഞ്ഞു. കുട്ടൻ ബിരിയാണി മട്ടനല്ല ചിക്കനാടാ. നടക്കുമ്പോ 1 മണിക്ക് ഇവിടെ നാണം. ആരെങ്കിലും അറിയാവുന്നവരാരും ഇല്ലെന്ന് ഇവിടെ. എന്നെ പലരും കളിയാക്കുവന്നു പലരും. വിപിൻ ചേട്ടൻ കളിയാക്കുവന്നു. നല്ല ഫുഡ്, നല്ല ടേസ്റ്റി ആയിരിക്കും. ചിക്കൻ അവസാനം ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഞാൻ അറിഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞില്ല ബീഫാണെന്നത്. എന്താ പോലെ ചിക്കനെന്ന് ബീഫ് കഴിക്കത്തില്ലെന്നല്ല, ബീഫ് മട്ടനും കഴിക്കത്തില്ല, കൊളസ്ട്രോൾ ആണ്. നിറഞ്ഞിരുന്നതാ. ശ്യാമ ഡയറ്റിലാണ്, അത് കാരണം ബീഫ് ഒന്നും കഴിച്ചില്ല. 10 പ്ലേറ്റ് ചിക്കൻ ഫ്രൈ കഴിച്ചു. ചിക്കൻ കഴിക്കാൻ ഇനി ഞാൻ എങ്ങനെ വണ്ടി ഓടിച്ചു കൂടാ? എല്ലാവരും അല്ല ഈ രണ്ട് വിഷ്ണു കുറച്ച് ചളികളൊക്കെ കൂടുന്നുണ്ട്. കണ്ണാടി എന്തൊക്കെ അതല്ല ഇത്രയും കോലം കെട്ടിട്ട് ഇവന് കോലം കെട്ടാതിരിക്കാൻ, കണ്ണ് കെട്ടാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് പോയി. അതൊരു സാധനം കൊണ്ട് ഇവന്റെ കണ്ണിഞ്ഞ് വേറെ ആർക്കും തട്ടാതിരിക്കാൻ വേണ്ടിട്ടത്. അതിന് അവൻ കെട്ടിയതാണോ ഇനി ആരെയും കെട്ടിക്കൊടുത്തതാണോ? അങ്ങനെ വരാൻ വഴിയുണ്ട്. ഈയിടെ കുറച്ച് ഫോൺ വിളി കുറച്ച് കൂടുന്നുണ്ട്. എന്താണ് അത് പറയാൻ? അല്ലാത്ത പറയാൻ കൗണ്ട് അടിക്കാൻ പറയടാ. പറയണില്ല. ശ്യാമയുടെ മാമ്പിയുണ്ട്. ശ്യാമ അവിടെ സീനാണ്. പാമ്പുണ്ട്. കണ്ടി പേടിച്ചോ പാമ്പ് കൂടാ. ആ പാമ്പുണ്ട്, പാമ്പ്. ചേട്ടാ കുറച്ച് ദിവസം ഉണ്ടേ ഇത്തിരി ഫോൺ വിളിയൊക്കെ ഉണ്ട്. ഉണ്ട് സിംഗിൾ സിംഗിൾ കഴിഞ്ഞു പോയി. അയ്യേ സിംഗിൾ അയ്യോ സ്റ്റിൽ സിംഗിൾ. വാടോ പിടിച്ച സിംഗിൾ ചേട്ടാ ഒരു 2 സ്റ്റിംഗിൾ ഉണ്ട്. അതിനൊന്നും അറിഞ്ഞിട്ട് അത് വേറെ ഏത് ലോകത്താ. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഇവിടെ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിച്ച് ദഹിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശ്യാമനെ പാമ്പ് പിടിച്ചെന്നാ. അയ്യോ കൊള്ളാം, നല്ല ഫുഡായിരുന്നു. ഇനി നേരെ കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ പോയി ഒന്നുകൂടെ കണ്ടിട്ട് ഐസ്ക്രീം കഴിച്ചു. ഞാൻ മറ്റേ പാലട പായസം മാത്രമേ കഴിച്ചുള്ളൂ. പാലട കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരി സെറ്റായി. ആ ഫുഡ് കഴിച്ചിട്ട് ആ ഒരു മന്തിപ്പുണ്ടായിരുന്നു, അതങ്ങോട്ട് മാറി കിട്ടിയായിരുന്നു. ജിലേബി എടുത്തു എൻ്റെ ഒന്നും അത് തീർന്നു.
ആ മന്തിപ്പ് ഇപ്പൊ കഴിച്ചതിന്റെ അല്ലല്ലോ, അതല്ലാതെ തന്നെ ഉണ്ടല്ലോ നിനക്ക്. വരാൻ ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കരുന്ന്, എന്നെ താറടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ബാക്കി എല്ലാ പരിപാടിയും രവിയുടെ ക്യാൻസൽ ചെയ്ത് 28 ബിബിയുടെ 28 എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത്. നിങ്ങളുടെ കല്യാണമാണെന്ന് പറഞ്ഞിട്ട് എന്തിനാ ചന്നോട് വെച്ചത്? അവനേക്ക് ആരെങ്കിലും വിളിക്കോ? സംസാരം രണ്ടാമത് ആദ്യം ഇടി. അല്ല പക്ഷെ നമുക്ക് തിരിച്ചിട്ട് അത് തന്നെ എല്ലാം പറഞ്ഞു പോലെ. അതുകൊണ്ട് ഇത്ര മതി, ഇല്ലെങ്കിൽ കുഞ്ഞ് മട്ടം കൂടി ഇടിച്ചേര്. അതായത് ഇങ്ങനെ 28 ഇങ്ങനെ കല്യാണം വെച്ചേ, എന്നിട്ട് ബാക്കി എല്ലാ പരിപാടിയും ഷൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ കല്യാണം കൊണ്ട് ഷൂട്ടിന്റെ ദിവസം കൊണ്ട് വെച്ചു. ഭീമർക്ക് വരാൻ പറ്റി, നമുക്ക് ആർക്കും പോകാൻ പറ്റി, നമ്മളാരും അറിഞ്ഞില്ല. അതാണ് സംഭവം. അഫ്സലിക്ക നമ്മളൊരു അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കല്യാണം കഴിഞ്ഞതാണോ കഴിപ്പിച്ചതാണോ കൃത്യമായിട്ട് ആ ഷൂട്ടിന്റെ ഡേറ്റിലെ രഹസ്യമായിട്ട് കല്യാണം കഴിക്കാനുള്ള തേജോ വികാരം എന്താണെന്ന് നമുക്ക് അറിയണം. അതെന്താണ് അറിഞ്ഞാൽ ആരെങ്കിലും വന്ന് കല്യാണം മുടക്കുവോ? അത് ബിബി പോലും അറിയാണ്ടല്ലേ കല്യാണം കഴിച്ചു. സ്വന്തം മുതലാളിയല്ലേ, എന്ത് വിഷമുണ്ടിരുന്നത് അന്ന് ഫ്ലോറിൽ ഇങ്ങനെ കണ്ണീര്. എന്റെ രവി അവൻ എല്ലാ കാര്യങ്ങളും മുടക്കിയിട്ട് അവന്റെ കല്യാണം നടത്തിയെന്ന്. ഫ്ലോറാകുമ്പോ സേഫ് ആണല്ലോ, എല്ലാവരും ഉണ്ട്. അത് ചിരിക്കണ പ്രോഗ്രാം ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. കല്യാണം കഴിച്ചതാണോ കഴിപ്പിച്ചതാണോ എന്നുള്ളതിലൊരു ജിമ്മിലൊക്കെ പോണ്ട. ജിമ്മിന്റെ കാര്യം ഇല്ല പോകുന്നില്ല. ഇച്ചിരി പോകണ്ടല്ലേ? പെരുപ്പിച്ച് കയറ്റിക്കണുണ്ടല്ലോ ഒരു പ്രത്യേക സ്ഥലം മാത്രം ടീഷർട്ടിന്റെ പ്രൊമോഷനാണ്. രവിചേട്ടൻ പണി വെക്കുന്ന ചെമ്പും പിടിക്കാറുണ്ട്. അല്ലല്ല മറ്റേ സാധനം രവി വെയിറ്റ് പിടിക്കും. ചുമ്മാ വൈഫ് നിക്കണം, അതുകൊണ്ട് പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ പിടിക്കത്തൊന്നുമില്ല. മിസ്റ്റർ പോഞ്ഞിക്കര പോവാന്ന് പറഞ്ഞു. ബ്രോ 13-ാം തീയതി ഇതിന്റെ സ്കിറ്റ് അവിടെ പ്രതീക്ഷിച്ചു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്ലാനുമില്ല. എന്തെങ്കിലും പരിപാടി സെറ്റാക്കാം. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യുന്നു യാതൊരു അറിയില്ല. സോ മൂവ് ദ ഫ്ലോ. നമ്മൾ നേരെ ലുലുവിൽ വന്നിരിക്കുകയാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടി. സോ നേരെ പോയി ആദ്യമേ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. അതായിരിക്കും ബെറ്റർ. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ നടക്കില്ല. ഇൻട്രോവേർട്ടുകളുടെ കിങ് നിന്ന് പബ്ലിക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇൻട്രോവേർട്ട് കിങ് പബ്ലിക്കിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഇൻട്രോവേർട്ട് കിങ് അല്ല, സനിബ്രോ അല്ല. ഇപ്പൊ വീഡിയോ വെച്ചാൽ ഞാൻ അല്ല സീരിയസ് കറക്റ്റ് സനിബ്രോയുടെ ലുക്കില്ലേ? കറക്റ്റ് സനിബ്രോയുടെ ലുക്കുണ്ട്. കറക്റ്റ് സനിബ്രോയുടെ ലുക്ക്. ഫ്രണ്ടിന്റെ കറക്റ്റ് അതേ ലുക്ക്. നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അതിന്റെ കറക്റ്റ് ലുക്ക്. പുള്ളി പാവകാരനെ രക്ഷപ്പെട്ടു. അത് സനിബ്രോയുടെ സെയിം ഇതില്ലേ? ചെന്ന് ഞാൻ ചാടിക്കൊടുത്തു. ഇല്ല, പുള്ളിക്കാരന് വ്ളോഗർ എന്തോ ആണ്. അപ്പം അങ്ങനെ പുള്ളികൾ കുറച്ച് നേരം പരിചയപ്പെട്ട് പുള്ളിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓക്കെ. നമ്മളെന്തെങ്കിലും പടത്തിന് ബുക്ക് ചെയ്തിട്ടുണ്ട് PVR-ൽ. ഏത് പടമായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്? മദ്രാസി പടത്തിന് ബുക്ക് ചെയ്യുന്നുണ്ട്. 7 മണിക്കാണ്. സോ നമ്മളിപ്പോൾ പോയി ഒരു ചായയും കുടിച്ച് തിരിച്ച് നേരെ ലുലുവിൽ കയറുന്നു. പടത്തിന് കയറുന്നുണ്ട്. മദ്രാസിൻ്റെ പടത്തിനാണ്, നമ്മുടെ ശിവകാർത്തികൻ്റെ പടമാണ്. കണ്ടിട്ട് വന്നിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, ബൈ. പടം കണ്ടിറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും നാല് വഴിക്ക് പോയി കളഞ്ഞ്. പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ പറയാ, ഒന്നുമില്ല. സാധാരണ എല്ലാ പടത്തിലും കാണുന്ന സ്ഥിരം സംഭവങ്ങളൊക്കെ തന്നെ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം, അത്ര ഞാൻ പറയുന്നുണ്ട്. വേണമെങ്കിൽ പോയി കാണാം. അത്യാവശ്യം മാസ് മസാല ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയി കാണാം. അല്ലെന്നുണ്ടെങ്കിൽ ആ പൈസക്ക് പോയി ഒരു അൽഫാം കഴിച്ചാൽ നല്ലതായിരിക്കും ഞാൻ പറയും. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഇറങ്ങട്ടെ. ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ടൊക്കെ പോവാം. അപ്പം പടം കണ്ട് നല്ല വിശപ്പുണ്ട്. സോ ഫുഡ് കഴിക്കട്ടെ. നിങ്ങൾ ഫസ്റ്റ് പോയി കണ്ടു നോക്ക്. കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്നുള്ളത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാൻ പോയാണ്. നാട്ടാദ്യം ട്രിവാൻഡ്രം പോകണം. ചിലപ്പോൾ ട്രിവാൻഡ്രം പോയതിൻ്റെ വീഡിയോക്ക് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പം മിക്കവാറും ട്രിവാൻഡ്രം പോയ വീഡിയോക്ക് ആദ്യം വരാൻ ചാൻസ്. സോ നാളെ ട്രിവാൻഡ്രത്ത് ഓണാഘോഷപ്പടിക്ക് പോവുകയാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.